നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 32 വയസ്സേ ഉള്ളൂ ഫിലിപ്പെ കുട്ടീഞ്ഞോക്ക്. പക്ഷേ ലിറ്റിൽ മജീഷ്യൻ എന്ന് വിളിപ്പേരുള്ള താരത്തിൻ്റെ മികവ് എവിടെയോ മാഞ്ഞു പോയ ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫിലിപ്പെ കുട്ടീഞ്ഞോ വീണ്ടും ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. തൻ്റെ മികവ് തിരികെ പിടിക്കാൻ എവിടെയാണോ തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തുന്നു. ഒഫീഷ്യലായിട്ട് അക്കാര്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് ഫിലിപ്പെ കുട്ടീഞ്ഞോ മടങ്ങിയെത്തി എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ പറയുന്നത്. ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയെന്നാണ് പറയുന്നത്. ആസ്റ്റൺ വില്ലയിൽ നിന്ന് അദ്ദേഹം ലോണിൽ ഖത്തരി ക്ലബിലാണ് പോയ സീസൺ കളിച്ചതെങ്കിൽ ഇപ്പോൾ ആസ്റ്റൺ വില്ലയിൽ നിന്ന് ലോണിൽ ബ്രസീലിയൻ ക്ലബ്ബ് വാസ്കോ ഡി ഗാമയിലേക്ക് അദ്ദേഹം എത്തുന്നു. 2026 വരെ താരത്തിന് ആസ്റ്റൺ വില്ലയുമായിട്ട് കരാറുണ്ട്. ഇപ്പോൾ ലോണിൽ 1 വർഷത്തേക്കാണ് വാസ്കോയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഒഫീഷ്യലായിട്ട് വാസ്കോ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ ഡ്രമാറ്റിക്കായിട്ട് പല ഘട്ടങ്ങളിലായിട്ടാണ് അദ്ദേഹത്തെ അവർ സൈൻ ചെയ്ത കാര്യം പ്രഖ്യാപിച്ചത്. എന്തായാലും 32കാരനായിട്ടുള്ള താരം വളരെ എക്സൈറ്റഡ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമ്മളൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇതൊരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വളരെയധികം ആവേശത്തിലാണ് ഞാനുള്ളത്. കുറേ കാലം ഞാൻ വിദേശത്ത് താമസിച്ചു. ഇപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തിയ പോലെയുള്ളൊരു ഫീലാണ് എനിക്കുള്ളത്. ഇവിടെയാണ് ഞാൻ വളർന്നത്. ഈ ക്ലബിനെ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നു. എല്ലാവർക്കും അതറിയാവുന്നതാണ്, എൻ്റെ ഫാമിലിക്ക് അതറിയാവുന്നതാണ്. ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ ഒരു തിരിച്ചുവരവിൽ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ഫിലിപ്പെ കുട്ടീഞ്ഞോയുടെ പ്രതികരണം. ഒരു കിഡ് എന്ന രൂപത്തിൽ അവിടെ നിന്ന് വളർന്നു പോയ ഫിലിപ്പെ കുട്ടീഞ്ഞോ പിന്നീട് ബ്രസീലിയൻ ഫുട്ബോളിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങൾ ഒരാളായിട്ട് അദ്ദേഹം മാറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലിവർപൂളിൽ നിന്നുള്ള ബാഴ്സയിലേക്ക് പോയ ആ കൂടുമാറ്റം അദ്ദേഹത്തിന് പിഴച്ചൊരു ചുവടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യൂറോപ്പിലേക്ക് അദ്ദേഹം ഇന്റർ മിലാനിലൂടെ എത്തി. അതിനുശേഷം അദ്ദേഹം ലിവർപൂളിൽ കളിക്കുന്നു, ബാഴ്സലോണയിൽ കളിക്കുന്നു, ബയേൺ മ്യൂണിക്കിൽ ലോണിൽ കളിക്കുന്നു, പിന്നെ ആസ്റ്റൺ വില്ലയിലേക്ക് എത്തുന്നു. ആസ്റ്റൺ വില്ലയിൽ നിന്ന് ഖത്തരി ക്ലബായ അൽ ദുഹയിലേക്ക് പോയിട്ട് വീണ്ടും വാസ്കോ ഡി ഗാമയിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്നു. തൻ്റെ യൂത്ത് കരിയർ തുടങ്ങിയ വാസ്കോ ഡി ഗാമയിലേക്ക് അദ്ദേഹം എത്തുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 68 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് ഫിലിപ്പെ കുട്ടീഞ്ഞോ ഇതുവരെ കളിച്ചത്. 2022 ശേഷം പിന്നീട് അവർക്ക് വേണ്ടി അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടേയില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കുട്ടീഞ്ഞോയുടെ തിരിച്ചുവരവിന് ഇത് കാരണമാകുമോ? തൻ്റെ മികവ് അദ്ദേഹത്തിന് വാസ്കോ ഡി ഗാമയിൽ വെച്ച് തിരികെ പിടിക്കാനാവുമോ? കാത്തിരിക്കാം. വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.